കൂട്ടുകാരെ, ഇന്നൊരു കൊച്ചു ടിപ്പായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എന്താണെന്ന് വെച്ചാലേ, കണ്ണിന് മാത്രമല്ല കേട്ടോ എനിക്ക് വെള്ളം എടുത്ത് തുടങ്ങിയത്. കാരണം 10-45 വയസ്സായി എന്ന് എന്നെ കാണുമ്പോൾ തന്നെ എൻ്റെ തലയിലോട്ട് നോക്കുമ്പോൾ ചിലർക്കൊക്കെ മനസ്സിലാവും. അപ്പോൾ ഇടയ്ക്കിടയ്ക്കൊക്കെ കുറച്ച് നരയുണ്ട്. നിങ്ങൾക്കിത് കൃത്യമായിട്ട് കാണാൻ പറ്റുമോയെന്ന് എനിക്ക് അറിഞ്ഞൂടെ, പക്ഷേ എനിക്ക് നല്ലതുപോലെ കാണാം. വെള്ളമെഴുത്താണെങ്കിലും ആ വെളുത്ത നരയൊക്കെ നല്ലതുപോലെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചെന്നാൽ എൻ്റേതായ പല ടിപ്പുകളും ഞാൻ പരീക്ഷിച്ചു. നമ്മൾ ഹസ്ബൻഡിൻ്റെ കൂടെയൊക്കെ പുറത്തോട്ടൊക്കെ പോകുമ്പോൾ നമ്മുടെ മുടി മാത്രം ഇങ്ങനെ നരച്ചിരിക്കുമ്പോൾ അങ്ങേര് നല്ല ഡൈ ഒക്കെ അടിച്ച് സുന്ദരനായിട്ടാണ് പോകുന്നത്. അപ്പം നമ്മുടെ മുടി മാത്രം നരച്ചിരുന്നാലോ? അപ്പോൾ എങ്ങനെയെങ്കിലും ഇനി അടുത്തൊരു പരീക്ഷണം ആകാമെന്ന് വിചാരിച്ച് ഞാൻ ചെയ്ത കൂട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മൈലാഞ്ചി പൊടിയും അതുപോലെ തന്നെ നമ്മുടെ കാപ്പിപ്പൊടിയും തേയിലപ്പൊടിയും കൂടെ ഇട്ട് നല്ലതുപോലെ തിളപ്പിച്ച് വറ്റിച്ച് നല്ല ഒരു ശർക്കര ഉരുക്കുന്നത് പോലെ അത്രയും വറ്റിച്ചെടുത്തതിന് ശേഷം കുറച്ച് ബീറ്റ്റൂട്ടും കൂടെ അതിൻ്റെ കൂടെ അരച്ച് അതിൻ്റെ നീരും കൂടെ എടുത്ത് അതും വറ്റിച്ച് ഈ കൂട്ടിനകത്ത് ഈ 3 കൂട്ടം ബീറ്റ്റൂട്ടിൻ്റെ നീര്, തേയില വെള്ളം, കാപ്പിപ്പൊടിയുടെ നീര്, ഇതെല്ലാം കൂടെ വറ്റിച്ചെടുത്തതിന് ശേഷം ഈ മൈലാഞ്ചി പൊടി അതിനകത്തോട്ട് തട്ടിയിട്ടതിന് ശേഷം അതിൻ്റെ കൂട്ടത്തിൽ ഒരു ശകലം തൈരും കൂടെ ആഡ് ചെയ്താണ് ഞാൻ ഇന്ന് ഈ മുടിയിൽ പരീക്ഷിക്കാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ ഈ മുടിയിൽ ഇത് അപ്ലൈ ചെയ്യുകയാണ്. കാരണം ഇത് ഞാൻ രണ്ടാമത്തെ ടിപ്പാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുന്നത്. കാരണം ആദ്യം ഞാനിങ്ങനെ ബീട്രൂട്ടും മൈലാഞ്ചിപ്പൊടിയും തേയിലുള്ളവും മാത്രം ഒന്ന് പരീക്ഷിച്ച് നോക്കി. പക്ഷേ അതിന് എനിക്ക് 2-3 മാസം നല്ലൊരു റിസൾട്ടാണ് കിട്ടിയത്. ആ മുടി നല്ലതുപോലെ ഒരു സിൽക്ക് പോലെ ചുമന്നിടും. നിങ്ങൾക്ക് തന്നെ കാണുമ്പോൾ അറിയാം ആ കളർ ഇതുവരെയും പോയിട്ടില്ല. ഞാനല്ലാതെ കെമിക്കൽ കളറുകളോ പിന്നെ ഡയോ ഒന്നും മേടിച്ച് എൻ്റെ മുടിയിൽ അടിക്കാറില്ല. ഇതൊക്കെ ഞാൻ മൈലാഞ്ചി ബീറ്റ്റൂട്ടും കൂടെ പരീക്ഷിച്ചതാണ്. പക്ഷേ നല്ല റിസൾട്ടാണ്. എന്തായാലും വീണ്ടും ഒരു 3-4 മാസമായപ്പോൾ മുടിയൊക്കെ വെളുത്ത് വെളിയിലോട്ട് വരാൻ തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇത് വീണ്ടും പുതിയൊരു ടിപ്പെന്ന് പറഞ്ഞാൽ അതിൻ്റെ കൂടെ ചേർത്തേക്കെന്ന് പറഞ്ഞാൽ ഞാൻ കാപ്പിപ്പൊടിയും കൂടെ മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ. പക്ഷേ അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് നോക്കാം. ഞാനിപ്പം ഒരു ബ്രഷ് എടുത്തിട്ടാണ് ഞാൻ ഈ ഓരോ ഭാഗങ്ങളും തേച്ച് പിടിപ്പിക്കുന്നത്. പക്ഷേ എനിക്ക് ഈ ബ്രഷ് കൊണ്ടൊന്നും അത്ര ഇത് പോരാ. എനിക്ക് മെയിനായിട്ട് വിഷയം എന്ന് പറഞ്ഞാൽ എനിക്ക് അങ്ങുഞ്ഞൊക്കെ ഒരു തലമുടി നരച്ചിരിക്കുന്നത് എനിക്ക് ഇഷ്ടം തന്നെയാണ്. പക്ഷെ എന്നിരുന്നാലും നമ്മുടെ കൂടെ എല്ലാവരും അടിച്ചു പൊളിച്ച് പോകുമ്പം നമ്മൾക്ക് കളറൊക്കെ ആയി കിടക്കട്ടെ മുടി. ഇത് പക്ഷേ ഇത് നല്ല കറുപ്പ് കിട്ടൂല, ഒരു സൈസ് സിൽക്ക് പോലെ ഒരു എന്താ പറയുന്നത്, ചുവപ്പുമല്ല എന്നാൽ കാപ്പിപ്പൊടി അല്ലാത്ത രീതിയിൽ മുടി ഇങ്ങനെ കിടക്കും. അതൊരു 3-4 മണിക്കൂർ നമ്മൾ ഈ തലയിൽ സമയമില്ലാത്തൊരു 2 മണിക്കൂറൊക്കെ വെച്ചിട്ട് എനിക്ക് ഇന്നിപ്പം വേറെ ജോലിയൊന്നുമില്ല, ഞാൻ ജോലിക്ക് പോയിട്ടില്ല ഇന്ന്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്നാൽ ഇത്തിരി നേരത്തെ തേക്കാം. പക്ഷേ ഇത് തേക്കുമ്പോൾ അവിടെ എവിടെയൊന്നും തെറിക്കരുത് ഗേസ്. കാരണം ഞാനിപ്പോൾ തേച്ചപ്പോൾ എൻ്റെ കമ്പ്യൂട്ടറിൽ പോയി ചാടി, അത് കഴിച്ചിട്ട് ഭിത്തിയിൽ കയറി ചാടി. അപ്പോൾ ഇതെല്ലാം കൂടെ കണ്ടു കഴിഞ്ഞാൽ എൻ്റെ കണവ ഇവിടോട്ട് വന്നിടുന്ന എന്നെ ബേജാറാക്കി എടുക്കും. അപ്പം അതുകൊണ്ട് നമുക്ക് എനിക്ക് ഈ ബ്രഷും കൊണ്ട് ആ തേപ്പൊന്നും അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. അത് കാരണം ഇരിക്കുന്നത് കണ്ടോ തറയ്ക്കുന്നത്. നമുക്ക് എപ്പോഴും നമ്മുടെ നാടൻ്റെ ഈ ബ്രഷൊക്കെ എന്നാ ഉണ്ടായത്? പണ്ടൊക്കെ നമ്മൾ പല്ല് തേക്കുന്നത് പോലും കൈയിട്ടും അയ്യത്ത് കിടക്കുന്ന കമ്പൊക്കെ ഇട്ടാണ്. അതിൻ്റെ വ്യത്യാസം പിന്നെ നിങ്ങൾ പറയും നിങ്ങളുടെ പല്ല് നോക്കിയാൽ കാണാൻ പറ്റുന്നു, അങ്ങനെ കളിയാക്കാൻ വരുന്നവരും കാണും. എന്നാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. എൻ്റെ പല്ലിന് ഇപ്പം മറ്റൊരാൾക്ക് വേണ്ടി ഞാനത് പുഴുത് കളയാനൊന്നും പോകുന്നില്ല. എൻ്റേതായ രീതിയിൽ ഞാൻ ആ പല്ല് ബ്രഷ് ചെയ്യുന്നുണ്ട്. വെളുക്കുന്നതിൻ്റെ രീതിയിൽ അത് വെളുക്കുന്നുണ്ട്. വെളുക്കാത്തത് പിന്നെ നമുക്ക് അവിടെ ഇരിക്കട്ടെ. ഉരച്ചൊരച്ച് പല്ലൊരച്ച് കളയാൻ പറ്റത്തില്ല. ആകപ്പാടെ 10-46 വയസ്സാവാൻ പോകുന്നു. ഇനി ഉള്ള പല്ലും കൂടെ നമ്മൾ ബലം പിടിച്ച് പുഴുത് കളയണ്ട. അപ്പോൾ അങ്ങനെയൊക്കെ തിരിക്കട്ടെ. പണ്ടൊക്കെ ഉള്ള 45-50 വയസ്സൊക്കെ ആകുമ്പം എല്ലാവരുടെയും അമ്മമാരുടെയൊക്കെ പല്ലി കുറേ മുറുക്കാൻ കറയും ഒക്കെ ആയിട്ടാണ് നടക്കുന്നത്. കാരണം മുറുക്കാനൊക്കെ തിന്നും. ഇപ്പോൾ കണ്ടല്ലോ ബ്രഷ് എനിക്ക് പിടിച്ചില്ല. നമ്മുടെ കൈ തന്നെയാണ് നമുക്ക് എല്ലാത്തിനും ഒരു സപ്പോർട്ട്. എൻ്റെ കാര്യത്തിൽ എനിക്കൊരു സപ്പോർട്ട് കൈയാണ്. അപ്പോൾ എനിക്ക് ഈ കൈ കൊണ്ട് തന്നെ തേച്ചതാണ് മൊത്തത്തിൽ പിടിക്കും. ഇപ്പോൾ കൈ കഴിയുമ്പോൾ ഇച്ചിരി കളറൊക്കെ വരും. അതൊക്കെ ഇപ്പോൾ ആര് കാണാൻ പോകുന്നു? നമുക്ക് ഇച്ചിരി കളറൊക്കെ ഇരുന്നോട്ടെ ഗൈസ്. അപ്പോൾ നമുക്ക് കണ്ടോ നെറ്റിയിലൊക്കെ പറ്റാതാണ് നിങ്ങൾ പിന്നെ അപ്ലൈ ചെയ്യുക. അപ്പോൾ എനിക്ക് കാണാൻ അറിയാൻ വയ്യാത്ത രീതിയിൽ ചെയ്യുന്നത് കൊണ്ടാണ്. ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും എൻ്റെ കുരുത്തക്കേടുകൾ. കുഴപ്പമില്ല, എന്നിരുന്നാലും കളിയാക്കിയാലും കുഴപ്പമില്ല. അപ്പോൾ എല്ലാവരും ഈ ടിപ്പൊന്ന് പരീക്ഷിച്ച് നോക്കുക. പരീക്ഷിക്കാനൊന്നുമില്ല, ഇത് റിസൾട്ട് കിട്ടിയതാണ്. പക്ഷേ ഇന്ന് ഞാനൊന്ന് പ്രത്യേകം ചേർത്തെന്ന് പറഞ്ഞാൽ ആ കൂട്ടത്തിൽ ഇത്തിരി കാപ്പിപ്പൊടിയും തൈരും കൂടെ ചേർത്തിട്ടുണ്ട്. മുടിക്ക് എന്തോരം മിനുസം ഉണ്ടാകുമെന്ന്, ഒരു മിനുസം കിട്ടുമെന്ന് പറഞ്ഞതിൻ്റെ പേർക്കാണ്. പക്ഷേ ആ ബീറ്റ്റൂട്ടും പിന്നെ തേയില വെള്ളവും
ഹെന്ന പൗഡർ മാത്രം തേച്ചപ്പോഴും എൻ്റെ മുടി 3-4 മാസത്തേക്ക് ആരെ ആശ്രയിക്കാതെ ഡയ്യോ ഒന്നും എനിക്ക് അടിക്കേണ്ട ആവശ്യമില്ല. കാരണം ഇടയ്ക്കിടയ്ക്കൊക്കെ ഓരോ നരയുള്ളൂ. എന്നാലും നമ്മുടെ മനസ്സിന് അതൊരു ഇതല്ലേ നരയിരിക്കുന്നു. ചിലർക്ക് അത് ഇഷ്ടം, എനിക്ക് ഇഷ്ടമൊക്കെ തന്നെ. പിന്നെ എപ്പോഴും ചേട്ടൻ ഡൈ അടിച്ച് കറുപ്പിച്ചുകൊണ്ട് നടക്കുമ്പോൾ നമ്മൾ മാത്രം എന്തിനാ ഗൈസ് കുറയ്ക്കുന്നതല്ലേ. അപ്പം നിങ്ങൾ എൻ്റെ വിചാരിക്കും ഈ ചേച്ചി എന്താണ് ഈ കൈയും കൊണ്ടൊക്കെ അളിച്ച് വരി തേക്കുന്നതെന്ന്. ചേച്ചി ഇങ്ങനെയൊക്കെ തന്നെയാണ് മക്കളെ. ചേച്ചിക്ക് പിന്നെ ഇതൊക്കെ തന്നെ ചേച്ചിയുടെ ജോലി. കാരണം കൈ കൊണ്ടാകുമ്പോൾ നമുക്ക് സ്വാതന്ത്ര്യമായിട്ട് വാരി തേച്ച് വെക്കാം. അങ്ങനെയുണ്ടോ, ഒട്ടിച്ചങ്ങ് വെച്ച് മൊത്തത്തിൽ. ഇനിയിപ്പോൾ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, നിങ്ങളെ ഈ കറുത്ത മുടിയൊന്നും എന്തായാലും ചുമക്കൂല. നമ്മളെ നരച്ച മുടികളൊക്കെ ഒത്തിരി ചുമക്കത്തുള്ളൂ. കറുത്ത മുടിയൊക്കെ ഒരു നല്ലൊരു കളർഫുള്ളായിട്ട് ഇരിക്കും. അപ്പോൾ എന്തായാലും ഇത് കഴിയുമ്പോൾ 3-4 മണിക്കൂർ കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാമല്ലോ, ഞാൻ ലൈവിലും വീഡിയോയിലൊക്കെ വരുമ്പം നിങ്ങൾക്ക് കാണാമല്ലോ ചേച്ചിയുടെ മുടി ഏത് കളറിൽ കിടക്കുന്നു എന്നുള്ളത്. അപ്പം എല്ലാവർക്കും ടാറ്റ ബാബായോ ഒക്കെ കണ്ടല്ലോ ചേച്ചിയുടെ. കാരണം കൂട്ട് തയ്യാറാക്കിയത് മൊത്തം ഞാൻ പഠിച്ച് തേച്ച് കഴിഞ്ഞു. ഇനിയിപ്പോൾ ചേട്ടൻ ചോദിക്കും എനിക്കൊരു ശകലം പോലും ഇല്ലേടി എന്ന് ചോദിക്കും. എന്തിനാ അങ്ങേർക്ക് നല്ല കൂടിയ ഡൈ മേടിച്ച് വെച്ചിട്ടുണ്ട്. എന്നോട് പറയും നീ അത് തേക്കരുത്, നിൻ്റെ മുടി അങ്ങനെ കറുത്തിട്ടില്ല, നരച്ചിട്ടില്ല, അതുകൊണ്ട് നീ പിന്നെ നിൻ്റെ ടിപ്പുകളൊക്കെ ചെയ്താൽ മതിയെന്ന്. അപ്പം ഇങ്ങനെയാണ് നമ്മൾ തലമുടി കറുക്കാനുള്ളതും ചുമക്കാനുള്ളതും കൂട്ട് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് പരീക്ഷിച്ചോ. ചേച്ചി ഇപ്പോൾ ഒരു തൊപ്പിക്കാരിയായി. ചേച്ചി കുറച്ച് നേരം കഴിഞ്ഞ് ഇത് കഴുകികളൊക്കെ കളഞ്ഞിട്ട് വീഡിയോയിലോ ലവിലോ ഒക്കെ വരുമ്പോൾ നിങ്ങൾക്ക് കാണാം ചേച്ചിയുടെ മുടി എവിടെയെങ്കിലും ഇടയ്ക്കിടയ്ക്കൊക്കെ വെളുത്തിരിക്കും. പറയാനൊന്നും പറ്റത്തില്ല, ഗ്യാരണ്ടിയൊന്നും ഇല്ല. എന്നാലും നമുക്ക് നോക്കാം. ഇനിയിപ്പോൾ ഒരു ഇച്ചിരി ആയിട്ട് ആ പാത്രം വെറുതെ തേച്ചേക്കുന്നത് അതും കൂടെ അങ്ങ് തേച്ചോളാം അല്ലേ. ഇതാണ് അവിടെയൊക്കെ കാരണം മുടി നരച്ച മുടിയൊന്നും ഇല്ല. എന്നാലും ഇനി ആ മുടി തേക്കുമ്പോൾ ഈ മുടി കൊതിച്ചെന്ന് വേണ്ട. അതുകൊണ്ട് അപ്പോൾ എല്ലാവർക്കും ചേച്ചിയുടെ ഈ മുടി കറുപ്പിക്കാനുള്ള ടിപ്പ് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. അപ്പം ഓക്കെ, ടാറ്റ, ബൈ.